റണ്ണിങ് സ്പീഡാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് സ്പ്രിന്റ് ചെയ്തിട്ടോ കാര്യമില്ല. മറിച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് മാക്സിമം ഇന്റൻസിറ്റിയിൽ സ്പ്രിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 60 മീറ്റർ ഡിസ്റ്റൻസ് മാക്സിമം ഇന്റൻസിറ്റിയിൽ, അതായത് 95 to 100% ഇന്റൻസിറ്റിയിൽ നിങ്ങൾ ഓരോ തവണയും റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ഡ്രോപ്പ് ചെയ്യണം. അതായത് നമ്മളൊരു 60 മീറ്റർ ഡിസ്റ്റൻസ് നമ്മളൊരു 6 സെക്കൻഡ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് കരുതുക. തുടർന്നുള്ള റിപ്പീറ്റേഷൻസിൽ നിങ്ങൾ 6 സെക്കൻഡ്സിന് പകരം 7 സെക്കൻഡ്സ് 8 സെക്കൻഡ്സിലേക്കൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അതായത് നമ്മുടെ ബോഡി അവിടെ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻസിൽ വീണ്ടും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യരുത്. ആ ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും സ്പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടെക്നിക്സ് പലപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല. മാത്രമല്ല നമ്മുടെ സ്പീഡിന് പകരം നമ്മുടെ സ്പീഡ് എൻഡൂറൻസോ അല്ലെങ്കിൽ നമ്മുടെ എയറോബിക് എൻഡൂറൻസോ ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത്തരം സിറ്റുവേഷൻസിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോർട്ട് ഡിസ്റ്റൻസ് മാക്സിമം ഇന്റൻസിറ്റിയിലാണ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സ്പ്രിന്റ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വർക്കൗട്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ദിസ് ഈസ് ഷെബിൻ. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.